വളർന്ന കുട്ടിയാണ്. ലവാറാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടി വന്നില്ലല്ലോ. ഒരു അഡ്രസ്സും തരില്ലേ, കൊണ്ടുപോയി തരും. അളിയൻ പെങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട്. എവിടെയായിരുന്നു? മുണ്ടക്കൈയിലാണോ? ടൗണിൽ. കൂടുതൽ എന്തെങ്കിലും വിവരം ഉണ്ടോ അവരെ കുറിച്ചിട്ടില്ല? എൻ്റെ അനിയനാണ്, ഫാമിലിയാണ്. അതിലിപ്പോൾ ഒരു കുടുംബത്തിലെ ഏകദേശം 5-6 കാണാനില്ല. അതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളാണ് ഇതേ അവസ്ഥയിൽ അവിടെ കഴിയുന്നത്. മുണ്ടക്കൈയിലാണോ? മുണ്ടക്കൈ. വൈഫും മകനും മരുമകളും പിന്നെ വലിയ പേരക്കുട്ടി കുടുംബം ഫാമിലി ഫുള്ളായിട്ട്. മുഹമ്മദ് ഷഹീദ് മുണ്ടകയിൽ നിന്നും തുടരുന്നുണ്ട്. ഷഹീദ്, ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഏതെങ്കിലും യന്ത്ര സാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണ് പറയേണ്ടി വരും. കാരണം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് യന്ത്രസാമഗ്രികൾ, കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ നടക്കുന്നത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഇവർക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ ലൈവിൽ പറഞ്ഞിരുന്നു, ഇവർക്ക് ആവശ്യമായ കുടിവെള്ളം പോലും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളത്. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. അധികാരിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അലംഭാവം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. രക്ഷാപ്രവർത്തകർ നിരവധി പേരുണ്ട്, ഇവരുടെ മണിക്കൂറുകളായി ഇവർ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമായ കുടിവെള്ളം പോലും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് പറയേണ്ടി വരും. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അത്ര സൗകര്യങ്ങൾ പോലും ഇല്ലേ? അത്ര സൗകര്യം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് വെളുപ്പിന് 6 മണിക്ക് വന്ന് തുടങ്ങിയ പരിപാടി. ഈ മുഹമ്മദ് ഷഹീദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടമാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ മുതൽ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആർക്കും കുടിവെള്ളം പോലും ലഭ്യമാക്കാത്ത ഒരവസ്ഥ അവിടെ ഉണ്ട്.